CPM അനുഭവം അല്ലെങ്കിൽ CPM വിട്ട് പോയപ്പോഴേക്കും അവർ ഈ CPM-ന്റെ സൈബർ അവരുടെ കടന്നൽ രാജ എന്നായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്. അപ്പോൾ ആ കടന്നൽ രാജാവിൻ്റെ കസേര ഒഴിഞ്ഞു കിടപ്പാണെങ്കിലും അതിന് താഴെ സെക്കൻഡ് ലെഫ്റ്റനന്റ് എന്നൊക്കെ പറയുന്ന കുറേയധികം സൈബർ സൈദ്ധാന്തികന്മാരുണ്ട്. എല്ലാ സൈബർ സൈദ്ധാന്തികന്മാരുടെയും പോസ്റ്റുകളിൽ SFI പോലീസുകാരനെ മർദ്ദിച്ച SFI പ്രവർത്തകർക്ക് വലിയ പഴയ സിനിമാ ഡയലോഗൊക്കെ വെച്ചിട്ടുള്ള വലിയ പിന്തുണ പ്രഖ്യാപനം, അഭിവാദ്യം അർപ്പിക്കൽ, അടികൊണ്ട പോലീസുകാരൻ ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞ ഒരു സൈബർ സൈദ്ധാന്തികനെ കണ്ടു. അപ്പോൾ അങ്ങനെ സൈബർ സൈദ്ധാന്തികർ SFIക്ക് വലിയ പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇത് മുഴുവൻ ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയമാണെന്നും ആ പിന്തുണ പ്രഖ്യാപനം ആഭ്യന്തര വകുപ്പിനെതിരെയുള്ള ആഹ്വാനമാണെന്നും അറിയാതെയാണോ അതോ അറിഞ്ഞുകൊണ്ട് ഇത് ആഭ്യന്തര വകുപ്പ് ഒരു പൊളിഞ്ഞ വകുപ്പാണ് എന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നത് പോലെ CPM സൈബറിന് മനസ്സിലായതാണോ ജിൻഡോ? ആഷ്മി, ഇന്ന് ഈ SFIക്കാരെ പിന്തുണയ്ക്കുന്ന സകല സൈബർ സഖാക്കന്മാരും നാട്ടിൽ കിട്ടാവുന്ന സ്ഥലത്തൊക്കെ പോയിട്ട് കൊള്ളാവുന്ന കുറച്ച് വാഴക്കന്ന് മേടിച്ചിട്ട് AKG സെൻറ്ററിലും ആ ക്ലിഫ് ഹൗസിൻ്റെ മുന്നിലൊക്കെ കൊണ്ടുപോയി അങ്ങ് കുഴി കുത്തി നടണം. പരമാവധി ആഴത്തിൽ കുഴിക്കണം, നല്ലോണം അങ്ങോട്ട് പടരട്ടെ. കാരണം അത്രയും നല്ല വാഴക്കൃഷിക്ക് ഇവർക്ക് സമ്മാനം കിട്ടുമല്ലോ. നാണല്ലേ ഇവന്മാർക്ക്? ഈ CPM-ന്റെ പ്രതിനിധി എന്താ ഇന്ന് ഈ ചർച്ചയിൽ വരാത്തത്? നിങ്ങൾ വിളിക്കാഞ്ഞിട്ടാണോ വിളിച്ചിട്ട് വരാത്തതാണോ? വിടുന്നില്ല. എന്താ അവർ വിടാത്തെ? അവരുടെ ആഭ്യന്തര വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥനെതിരെ SFIക്കാർക്കുണ്ടായ പരാതി പരിഹരിക്കാതിരുന്നത് കൊണ്ട് അവരുടെ ആഭ്യന്തര വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥനെതിരെ അവരുടെ പാർട്ടിയിലെ സഖാക്കന്മാര്, കുട്ടി സഖാക്കന്മാര് തെരുവിൽ കൈകാര്യം ചെയ്യുന്നു. എന്നിട്ട് പറയാണ് ആഭ്യന്തര വകുപ്പ് ഒന്നാം സ്ഥാനത്ത്, ഇന്ത്യയിൽ നരേന്ദ്രമോദിയുടെ സമ്മാനം കിട്ടിയ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആഭ്യന്തര വകുപ്പാന്ന്. ആ ക്യാപ്സ്യൂളും കൂടി ഇറക്കിയാൽ മതി ഈ സൈബർ സഖാക്കന്മാര്. SFIയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ആളുടെ മുട്ടടിച്ചോടിച്ച മധു ബാബു എന്ന DYSPക്കെതിരെ സംസാരിക്കാൻ ഒരൊറ്റ SFIക്കാരൻ DYFIയെ നമ്മൾ കണ്ടില്ലല്ലോ. കണ്ടോ? DYFIയുടെ ഒരു പ്രാദേശിക നേതാവിനെ പാർട്ടിയിലെ ഗ്രൂപ്പ് വൈരാഗ്യത്തിന്റെ പേരിൽ ഒറ്റിക്കൊടുത്ത് സ്റ്റേഷനിലിട്ട് ഇടിച്ച് കൊന്നു എന്ന് അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും വിളിച്ചു പറഞ്ഞിട്ട് അയാൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇതുപോലെ ഏതെങ്കിലും ഒരു DYFI SFI സഖാക്കന്മാരെ കണ്ടോ? ഇവരുടെ തിളപ്പ് കണ്ടോ? കണ്ടില്ലല്ലോ. ഇപ്പൊ നേരത്തെ CR പറഞ്ഞതുപോലെ തൃശൂർ പൂരം കളിക്ക് സുരേഷ് ഗോപിക്ക് ജയിക്കാൻ വേണ്ടി സേവാഭാരതിയുടെ ആംബുലൻസിന് വഴിയൊരുക്കി കൊടുത്ത ADGP MR അജിത്കുമാറിന് എതിരെ സംസാരിക്കാൻ ഏതെങ്കിലും ഒരു DYFI SFI നേതാക്കന്മാരുണ്ടായോ? ഉണ്ടായില്ല. സാധാരണക്കാരായിട്ടുള്ള സകല മനുഷ്യരെയും പോലീസ് കഴിഞ്ഞ 9.5 കൊല്ലക്കാലം നരവേട്ട നടത്തിയിട്ട് ഒരിക്കലെങ്കിലും സംസാരിക്കാൻ ഇവരുടെ നാവ് പൊന്തിയില്ല. നമ്മൾ CAA സമരകാലത്ത് നരേന്ദ്രമോദി സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിച്ചപ്പോൾ നമ്മളെപ്പോലുള്ള മുഴുവൻ ആളുകൾക്കെതിരെ കലാഭവനത്തിന് കേസെടുത്ത പിണറായി വിജയന്റെ പോലീസിനെതിരെ ഒരിക്കലെങ്കിലും ശബ്ദമുയർത്താൻ ഈ SFI DYFIക്കാരുടെ ധാർമ്മിക രോഷമുണ്ടായിരുന്നോ? ഇല്ല. നമ്മൾ പലസ്തീൻ ഐക്യദാർഢ്യത്തിന്റെ ഭാഗമായി ഇസ്രായേലിനെതിരെ മുദ്രാവാക്യം വിളിക്കുമ്പോൾ നമ്മൾക്കെതിരെ കലാപാഹ്വാനത്തിന് കേസെടുത്ത പിണറായി വിജയന്റെ RSS വൽക്കരിക്കപ്പെട്ട പോലീസിനെതിരെ ശബ്ദമുയർത്താൻ ഈ SFI DYFIക്കാരെ കണ്ടോ? ഇല്ല. മറ്റൊരു പാർട്ടിയിൽപ്പെട്ട ആളാണെങ്കിലും ഒരു ചെറുപ്പക്കാരനായിരുന്നില്ലേ കുന്നംകുളത്തെ സുജിത്ത്? ആ സുജിത്തിനെ ഇടിച്ച് ഇഞ്ചപ്പരുവമാക്കിയിട്ട് അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ 2.5 വർഷക്കാലം കാക്കിക്കൊണ്ട് മൂടി പിടിച്ച പോലീസിനെതിരെ സംസാരിക്കാൻ ഈ SFI DYFIക്കാരുടെ ധാർമ്മിക രോഷം അന്നുണ്ടായിരുന്നോ? ഉണ്ടായില്ല. ഇപ്പൊ ഇവര് പറയാ ജനങ്ങളുടെ അമർഷമാണ് അത്രേ, ജനങ്ങളുടെ തേങ്ങാക്കൊലയാണ് അമർഷം. ജനങ്ങൾക്കുള്ള അമർഷം ആഭ്യന്തര വകുപ്പിനോടാണ്, ഞങ്ങൾക്കുള്ള അമർഷം ആഭ്യന്തര വകുപ്പിനോടാണ്. മാല മോഷ്ടിക്കുന്നവനെയും അനധികൃത റിയൽ എസ്റ്റേറ്റ് ഇടപാടിലൂടെ പണം ആർജിക്കുന്നവനോടെയും അല്ലെങ്കിൽ സ്വർണ്ണക്കടത്ത് നടത്തുകയും സ്വർണം പൊട്ടിക്കൽ നടത്തുകയും ആളെ തട്ടിക്കൊണ്ടുപോവുകയും ശബരിമലയിലേക്ക് ചട്ടം ലംഘിച്ച് യാത്ര നടത്തുകയും RSSകാരെ ജയിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന RSS വൽക്കരിക്കപ്പെട്ട പോലീസിനെതിരെയുള്ള ജനങ്ങളുടെ ധാർമ്മിക രോഷം എല്ലാ കാലത്തുകൊണ്ട് ഇപ്പോഴും ഉണ്ട്. അതിനു വേണ്ടിയിട്ടാണോ ഇവർ പോരാട്ടം നടത്തിയത്? അതിനു വേണ്ടിയിട്ടല്ല പോരാട്ടം നടത്തിയത്. ഇവരുടെ സഖാക്കന്മാർ തമ്മിലുള്ള മൂപ്പിള്ള തർക്കമാണിത്. ഇനി മിഥുൻ റോയ് എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച സംഭവിച്ചെങ്കിൽ ഇവർ പരാതി കൊടുത്തോ? ഇവർ പരാതി കൊടുത്തിട്ട് നടപടി എടുത്തില്ലെങ്കിൽ ആ നടപടി എടുക്കാത്ത വകുപ്പ് ഭരിക്കുന്നത് പിണറായി വിജയനാണ്. അതുകൊണ്ടാണ് ഞാൻ ഞാൻ പറയുന്നത് അടിസ്ഥാനപരമായി ശരിയായ ചോദ്യമല്ലെന്ന് എനിക്കറിയാം, അത് വിശ്വാസരാഹിത്യത്തിന്റെ ചോദ്യമാണ്. പക്ഷെ പരാതി കൊടുത്തിട്ട് പ്രത്യേകിച്ച് കഥയൊന്നും ഇല്ലെങ്കിൽ എന്തിന് പരാതി കൊടുക്കണമെന്ന് വിചാരിച്ചാൽ എന്താ, എങ്ങനെ കുറ്റം പറയാൻ പറ്റുക? അല്ല, അതാണ് കാശ്മീർ ഞാൻ പറഞ്ഞത്. പരാതി കൊടുത്തിട്ട് കാര്യമില്ലെന്ന് SFIക്കാർക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരു കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ, പെങ്ങളോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ മിഥുൻ റോയ് എന്ന് പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥനെതിരെ കൈകാര്യം ചെയ്യുകയല്ല ചെയ്യണ്ടേ. ഈ വകുപ്പ് ഭരിക്കുന്ന പിണറായി വിജയന്റെ ക്ലിഫ് ഹൗസിന്റെ മുറ്റത്ത് പോയി നല്ല ആഴത്തിൽ കുഴിയെടുത്തിട്ട് കുറെ വാഴ നട്ട് പ്രതിഷേധിക്കണം. അപ്പോഴെങ്കിലും ഉളുപ്പുണ്ടാകുമല്ലോ. ഇപ്പൊ പോലീസിന്റെ മനോവീര്യം നഷ്ടപ്പെട്ടില്ലേ? ഒരു ഉദ്യോഗസ്ഥനെ പട്ടിയെ തല്ലുന്ന പോലെ കൂട്ടം ചേർന്ന് ആക്രമിക്കുമ്പോൾ ഒരു മനോവീര്യം നഷ്ടപ്പെട്ടില്ലേ? പാവപ്പെട്ട ഏതെങ്കിലും ആളുകൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചാൽ, പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ മുദ്രാവാക്യം വിളിച്ചാൽ, ഞങ്ങളൊന്ന് പ്രസംഗിച്ചാൽ, അപ്പൊ മുഖ്യമന്ത്രി പറയല്ലോ പോലീസിന്റെ മനോവീര്യം തകർത്തു എന്ന്.
പാവപ്പെട്ടവരെ ഇടിച്ച് കൊല്ലുമ്പോൾ ഞങ്ങൾ ശബ്ദിച്ചാൽ പറയും പോലീസിന്റെ മനോവീര്യം തകർക്കപ്പെട്ടുവെന്ന്. പോലീസ് ഉദ്യോഗസ്ഥരെ ഇതുപോലെ തെരുവുനായ കൂട്ടം ആക്രമിക്കുന്ന പോലെ ആക്രമിക്കുമ്പോൾ SFIക്ക് അനുകൂലവും പോലീസ് ഉദ്യോഗസ്ഥന് എതിരുമായിട്ട് കേസെടുക്കുമ്പോൾ ഒരു മനോവീര്യം തടസ്സപ്പെടുന്നില്ലല്ലോ. ഇവിടെ ഇവർക്ക് മനോരോഗമാണ് വന്നിട്ടുള്ളത്. സാധാരണക്കാരെ കാണാൻ ഇവർക്ക് പറ്റുന്നില്ല. ഈ SFIക്കാർ ആഞ്ഞു ചവിട്ടേണ്ടതും ആക്രോശം വിളിക്കേണ്ടതും ഇടിക്കേണ്ടതും തെറി വിളിക്കേണ്ടതും ഒക്കെ ഏതെങ്കിലും ഒറ്റപ്പെട്ട പോലീസുകാരനെതിരെ അല്ല. ഈ വകുപ്പ് ഇതുപോലെ ആക്കിയ ആളുകൾക്കെതിരെയാ. ആരാണവർ? അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി ഇപ്പോഴും മുദ്രാവാക്യം വിളിക്കുന്ന പിണറായി വിജയൻ 3.0 എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും ഒക്കെ സ്റ്റാറ്റസും സ്റ്റോറിയും ഇട്ട് അഭിരമിക്കുന്ന SFIക്കാർ തന്നെയാ ഈ 3.0യുടെ കൂടെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന പിണറായി വിജയന്റെ കൂടെ നിന്ന് സല്യൂട്ട് അടിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ തെരുവിൽ കൈകാര്യം ചെയ്യുന്നത്. ഞാൻ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥരും പബ്ലിക് ഓഡിറ്റിന് വിധേയമാക്കപ്പെടണം. പോലീസ് ഉദ്യോഗസ്ഥർക്കും ഭയമൊക്കെ ഉണ്ടാകുന്നത് നല്ലതാണ്. പൊതുജനം എല്ലാം കാണുന്നുണ്ടെന്നും അവരുടെ ആത്മാഭിമാനം വ്രണപ്പെട്ടാൽ അവരെ അതിക്രൂരമായി വേട്ടയാടിയാൽ അവരും പ്രതികരിക്കുമെന്നുള്ള ബോധ്യം പോലീസുകാർക്ക് എന്ന് വെച്ചിട്ട് പോലീസ് ഉദ്യോഗസ്ഥരെ തെരുവിൽ ആക്രമിക്കുന്നതിനെ നീതീകരിക്കാൻ പറ്റൂല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.